9 പെണ്ണാണ് ധനം. സ്ത്രീധനത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴായാലും ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുട്ടി എന്താണെന്നായി ആദ്യത്തെ ചോദ്യം. പെണ്ണാണെന്ന് കേട്ട് കഴിഞ്ഞാൽ അയ്യോ പെണ്ണാണോ എന്ന് ചോദിക്കുന്നവർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നതെന്ന് ഇന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. പെൺകുഞ്ഞ് പിറന്നാൽ സ്ത്രീധനം കൊടുക്കണം എന്ന് കരുതിയാണോ, അതോ അവർ ഭാവിയിൽ പീഡനമേൽക്കേണ്ടി വരുമെന്ന് ചിന്തിച്ചിട്ടാണോ? എന്താണ് അതിന് കാരണം? എന്തായാലും അതിനെന്തോ ഒരു കാരണമുണ്ട്. 10 മാസം ചുമന്നീറ്റു നോവേറ്റ തൻ പെൺകുഞ്ഞിനെ തേനൂട്ടി പാലൂട്ടി അമ്മതൻ വാത്സല്യം വാരിച്ചൊരിഞ്ഞു വളർത്തുന്നു. ജീവനേക്കാൾ ജീവനാമൻ ജീവന്റെ അംശത്തിനെ പാറിപ്പറക്കുന്ന ചിത്രശലഭത്തെ പോൽ പാറിക്കളിക്കുന്ന തൻ കുഞ്ഞിനെ നോക്കി അമ്മതൻ ഇമകളിൽ അശ്രു പൊടിയുന്നു. കാകനും കഴുകനും കൊടുക്കാതെ കാവലായി നിന്നു ഞാൻ എൻ പെൺകുഞ്ഞിനെ കാത്തു സൂക്ഷിക്കുന്നു. നിറമെത്ര കുറഞ്ഞാലും നിലവിളക്കായി കാണുന്നു തൻ കുഞ്ഞിനെ അമ്മ. തൻ കുഞ്ഞിൻ്റെ മുഖമൊന്നു വാടിയാൽ അമ്മ തൻ നെഞ്ചം ഉരുകുന്നു. ആശങ്കകൾ ഉള്ളിലെപ്പോഴും ആളിക്കത്തുന്നു. ഇത്ര നാളും പാറിപ്പറന്നു നടന്നൊരൻ തുമ്പിയെ പോലുള്ള തൻ കുഞ്ഞിനെ വിശ്വസിച്ചേൽപ്പിക്കാൻ കഴിയുമോ ദൈവമേ? ഉള്ളിലിരിപ്പെന്തെന്നറിയാൻ ചക്കയാണേൽ തുളച്ചു നോക്കാം, ചെക്കനാണേൽ എങ്ങനെ അറിയാൻ? കടലിൻ്റെ ആഴമളക്കാം, പക്ഷേ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ആഴമെങ്ങനെ അളക്കാൻ? ഇത്ര കാലം നോക്കി വളർത്തിയിട്ടും ഉള്ളതെല്ലാം വിറ്റുപെറുക്കിയിട്ടും കിട്ടുന്നില്ലല്ലോ നല്ലൊരു ജീവിതമെന്നോർത്ത് വിതുമ്പുന്നു ആ മാതാപിതാക്കൾ. കാലം എത്ര പുരോഗമിച്ചാലും കാര്യങ്ങൾ എത്ര മാറിയാലും വേഷം കെട്ടലിലല്ലാതൊരു മാറ്റവും കാണുന്നില്ല പല മാന്യന്മാരിലും. തനിക്കൊരു തുണ വേണമെന്നോർത്തു വർണ്ണമാല്യം ചാർത്തുന്നത് എത്ര പേർ? വിരലിലെണ്ണാൻ മാത്രമേയുള്ളെന്നു ഞാൻ പറയും. വിവരസാങ്കേതിക വിദ്യ കൂടും തോറും അതിവിദഗ്ധമായി കൊല ചെയ്യപ്പെടുന്നു പെൺകുട്ടികൾ. എത്ര കിട്ടുമിനി എത്ര കൂടി കിട്ടുമെന്നോർത്ത് അസ്വസ്ഥരാകും നീ അധമന്മാർ. മുൻപെന്തോ കൊടുത്തു വെച്ച പോലുള്ള ചോദ്യവും നോട്ടവും നാണം കെട്ട വർഗങ്ങൾക്ക് പോയി ചത്തുകൂടെ? വർണ്ണമാല്യം ചാർത്താൻ വരുന്നവർ മരണമാല്യം ചാർത്താനാണോ എന്നാരറിയുന്നു ദൈവമേ? കെട്ടുകണക്കിനു കൊടുത്താലും എടുത്താൽ പൊങ്ങാത്തതു കിട്ടിയാലും തീരില്ലാത്ത ഈ വികൃത ജീവികൾക്ക്. അധ്വാനമില്ലാത്ത മുതലുള്ളൊരാർത്തി അനിർവചനീയം പറയാതെ വയ്യ. പെണ്ണിൻ്റെ ശത്രു പെണ്ണു തന്നെ. നനച്ചതു കിട്ടിയില്ലെങ്കിൽ വിധിക്കണം വധശിക്ഷ. ചില താടകയക്ഷികൾ വിരളി പൂണ്ടാടി തിമിർക്കുന്നു പല വീടുകളിലും. ചിരിതൂകി വന്നവൾ ഉള്ളിലെരിഞ്ഞടങ്ങുന്നു. സങ്കല്പങ്ങളെല്ലാം താറുമാറാകുന്നു. സങ്കീർത്തനങ്ങൾ നിലയ്ക്കുന്നു. ജീവിതത്തിൽ ആരോട് പറയും ഞാൻ എൻ്റെ ദുരവസ്ഥ? വീട്ടിൽ പറയാമോ, നാട്ടിൽ പറയാമോ? എഴുതുരിയിട്ട നിലവിളക്കു കരിന്തിരി കത്തിയമരുന്നു. തുമ്പപ്പൂ പോലുള്ളവൻ കുഞ്ഞിനെ പാമ്പിനെ കൊണ്ടു കടുപ്പിച്ചു കൊള്ളുന്നു. പാഷാണം കലക്കിക്കൊടുക്കുന്നു. അഗ്നിക്കിരയാക്കുന്നു. അഗ്നിസാക്ഷിയായി കൊണ്ടുവന്നവളെ കാവലായി കരുതലായി കൂടെ നിൽക്കേണ്ടവൻ കാലനായി മാറിയാൽ എന്തു ചെയ്യും? കാലനായി മാറിയാൽ എന്തു ചെയ്യും? ആർക്കാണു ഛേദം, ആർക്കാണു നഷ്ടം? ആയുസ് മുഴുവൻ തൻ കുഞ്ഞിനായി പെട്ട പാടോർത്തോർത്തു വിതുമ്പാനല്ലാതെ ആ പാവം മാതാപിതാക്കൾ എന്തു ചെയ്യാൻ? നമുക്കീ ദുരാചാരങ്ങൾ മാറ്റണം, നമ്മൾ തന്നെ. പെണ്ണിൻ്റെ ധനമെല്ലാം പെണ്ണിനു സ്വന്തം. മറ്റുള്ളവർക്കതിൽ അവകാശമില്ല, അധികാരമില്ല. ആരാൻ്റെ മുതൽ ആശിക്കല്ലേ. അവനവൻ അധ്വാനിച്ചു നേടിടേണം. പെണ്ണിനെ പോറ്റാൻ പെണ്ണിൻ്റെ ധനം വേണോ?
പെണ്ണു തന്നല്ലേ പുരുഷാനിന്ധനം.